മക്കളെ ഹൈഡ്രോ കാർബൺ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് മാർക്കോണിക് ഓഫ് എഡിഷൻ. മാർക്കോണിക് ഓഫ് എഡിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് ഇതാവുക. ഹെക്സീനിലേക്ക് ഹെക്സ് എന്ന് പറഞ്ഞാൽ 6 കാർബൺ ആണ്. 1 2 3 4 5 6. ഹെക്സീനിലേക്ക് Hex1 അഥവാ ഹെക്സീൻ ആണ്. ഹെക്സീനിലേക്ക് HBr ആഡ് ചെയ്യുക. CH3 CH2 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 CH2. ഹെക്സീനിലേക്ക് HBr ആഡ് ചെയ്യുക. HBr എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ബ്രോമൈഡ് ആയിട്ട് കിട്ടുന്ന മേജർ പ്രൊഡക്റ്റ് ആണ് ചോദിച്ചത്. HBr എന്തായി മാറും? HBr H പ്ലസും Br മൈനസും. Br മൈനസ് എവിടെ അറ്റാച്ച് ചെയ്യുക? ഡബിൾ ബോണ്ടഡ് കാർബണിൽ എവിടെയാണോ ഹൈഡ്രജൻ ആറ്റം കുറവുള്ള അവിടത്തേക്ക് Br വരും, എവിടെയാണോ ഹൈഡ്രജൻ ആറ്റം കൂടുതൽ അവിടത്തേക്ക് H വരും. കിട്ടുന്ന പ്രോഡക്റ്റ് CH3 CH2 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 CHBr CH3. ക്ലിയർ അല്ലേ? ഇതാണ് മാർക്കോണിക് ഓഫ് സോൾട്ട്. എന്താ വിളിക്കുക? മാർക്കോണിക് ഓഫ് സോൾട്ട്. ഇനി ഇത് ആബ്സെൻസ് ഓഫ് പെറോക്സൈഡ്. ഇനി പ്രസൻസ് ഓഫ് പെറോക്സൈഡിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇതാ CH3 CH2 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 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBr പ്ലസ് HBr പ്ലസ് HBr. പെറോക്സൈഡിന്റെ പ്രസൻസിൽ ആരുടെ പ്രസൻസിലാണ്? പെർ ഓക്സൈഡിന്റെ പ്രസൻസിലാണ്. പെർ ഓക്സൈഡ് H പ്ലസും Br മൈനസും. Br മൈനസ് എവിടെ അറ്റാച്ച് ചെയ്യുക? ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഹൈഡ്രജന്റെ എണ്ണം കൂടുതലുള്ള സ്ഥലത്താണ് Br മൈനസ് അറ്റാച്ച് ചെയ്യുക. ഇതാണ് ആന്റി മാർക്കോണിക് ഓഫ് സോൾട്ട്. പെറോക്സൈഡിന്റെ പ്രസൻസിൽ Br പോവുക. ഡബിൾ ബോണ്ടഡ് കാർബണിൽ എവിടെയാണോ ഹൈഡ്രജൻ ആറ്റം കൂടുതലുള്ളത് അവിടത്തേക്കാണ് Br പോവുക. CH2 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 Br. 1 ബ്രോമോ ഹെക്സൈൻ ആണ്. 1 ബ്രോമോ ഹെക്സൈൻ. ക്ലിയർ അല്ലേ? യെസ്.